ഇന്നല്ലെങ്കിൽ നാളെ യുദ്ധം അവസാനിക്കുമെന്ന് ലോകം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് കടലിനടിയിൽ ഇറാൻ ഒളിപ്പിച്ചുവെച്ച ആയിരക്കണക്കിന് മൈനുകൾ വലിയ ഭീഷണിയായിരിക്കുന്നത്. ശത്രുക്കളെ തകർക്കാൻ ഇറാൻ വിതറിയ ഈ കടൽ ബോംബുകൾ ഇപ്പോൾ അവർക്ക് തന്നെ തിരിച്ചടിയായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനരാരംഭിക്കണമെങ്കിൽ ഈ മൈനുകൾ നീക്കം ചെയ്യണം. എന്നാൽ കടൽ പ്രവാഹത്തിൽ ഇവ എങ്ങോട്ടാണ് ഒഴുകിപ്പോയതെന്ന് ഇറാന് പോലും കൃത്യമായ ധാരണയില്ല. ഇതൊരു ചെറിയ പ്രശ്നമല്ല. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള എണ്ണ വിതരണം തടസ്സപ്പെടുത്തുന്ന വലിയൊരു സാമ്പത്തിക പ്രത്യാഘാതമാണ് ഇതിന് പിന്നിലുള്ളത്. സ്വന്തം കൈകൊണ്ടുവച്ച കെണിയിൽ ഇറാൻ തന്നെ കുടുങ്ങിപ്പോയ ഈ അവസ്ഥ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ അനിശ്ചിതത്വമാണ് സൃഷ്ടിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നത് അനിശ്ചിതമായി നീളാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. ഒരു മാസത്തിലേറെയായി ഈ ജലപാത അടഞ്ഞുകിടക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. യുദ്ധഭീതിയിൽ നിന്ന് ലോകം നയതന്ത്ര ചർച്ചകളിലേക്ക് നീങ്ങിയെങ്കിലും കടലിനടിയിലെ ഈ മൈൻ കെണികൾ നീക്കം ചെയ്യാതെ ഒരൊറ്റ കപ്പൽ പോലും ഹോർമൂസിലൂടെ കടത്തിവിടാൻ കഴിയില്ലെന്നതാണ് വാസ്തവം. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് സമാധാന ചർച്ചകൾക്കായി പാകിസ്ഥാനിൽ എത്തിയപ്പോഴും പ്രധാന ചർച്ചാ വിഷയം ഈ ജലപാതയുടെ തുറക്കൽ തന്നെയായിരുന്നു. പക്ഷേ ചർച്ചകൾ എത്ര നടന്നാലും പ്രായോഗികമായി ഈ മൈനുകൾ കണ്ടെത്തുക എന്നത് വലിയൊരു കടമ്പയായി തന്നെ തുടരുകയാണ്. ഇറാൻ സ്ഥാപിച്ച ഈ മൈനുകളുടെ കൃത്യമായ സ്ഥാനങ്ങൾ അവർക്ക് തന്നെ അറിയില്ലെന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. US ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ മൈനുകൾ സ്ഥാപിച്ച സ്ഥലങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിൽ ഇറാന് പിഴവ് പറ്റിയിട്ടുണ്ട്. ഇനി രേഖപ്പെടുത്തിയ ഇടങ്ങളിൽ നോക്കിയാൽ പോലും അവ അവിടെ കാണണമെന്നില്ല. കടലിലെ ശക്തമായ പ്രവാഹങ്ങൾ കാരണം ഈ മൈനുകൾ വിന്യസിച്ച സ്ഥലത്തു നിന്നും കിലോമീറ്ററുകളോളം ഒഴുകിപ്പോയിരിക്കാം. ഏതു നിമിഷവും ഒരു എണ്ണക്കപ്പലിനെ തകർക്കാൻ പാകത്തിൽ കടലിന്റെ ഏതു കോണിലും ഈ അദൃശ്യ ശത്രുക്കൾ പതിയിരിക്കുന്നുണ്ടാവാം. ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്കൊപ്പം ഈ കടൽ മൈനുകൾ കൂടി ആയതോടെ ഹോർമൂസ് വഴി കപ്പൽ ഗതാഗതം നടത്താൻ ഇൻഷുറൻസ് കമ്പനികളോ കപ്പൽ ഉടമകളോ തയ്യാറാകുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ അതീവ ഗൌരവകരമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സമാധാന ചർച്ചകൾ വിജയിക്കണമെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് അടിയന്തരമായി തുറക്കണമെന്നതാണ് ട്രംപിന്റെ പ്രധാന നിബന്ധന. മാർച്ച് അവസാന വാരത്തിൽ ഇറാന്റെ ഊർജ്ജ മേഖലകൾക്ക് നേരെയുള്ള ആക്രമണം നിർത്തിവെച്ച് ട്രംപ് ഒരു സമാധാന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ 10 പോയിന്റ് പദ്ധതിയുടെ ഭാഗമായി ജലപാതയുടെ നിയന്ത്രണം തങ്ങളുടെ കയ്യിൽ തന്നെ വേണമെന്നാണ് ഇറാൻ വാദിക്കുന്നത്. ഈ ഒരു വടംവലി ഇസ്ലാമാബാദിലെ ചർച്ചകളെ കൂടുതൽ വിവാദപരമാക്കുന്നുമുണ്ട്. അമേരിക്ക സമ്മർദ്ദം ചെലുത്തി വരികയാണെങ്കിലും സാങ്കേതികമായി ഈ മൈനുകൾ നീക്കം ചെയ്യാൻ ഇറാനോ അമേരിക്കയ്ക്കോ പോലും പെട്ടെന്ന് സാധിക്കില്ലെന്നതാണ് സൈനിക വൃത്തങ്ങൾ പോലും നൽകുന്ന സൂചന. അമേരിക്കൻ നാവികസേനയുടെ അത്യാധുനിക ലിറ്റോറൽ യുദ്ധക്കപ്പലുകൾക്ക് പോലും ഹോർമൂസിലെ ഈ മൈനുകളെ കണ്ടെത്താൻ പരിമിതികളുണ്ട്. കടലിന്റെ ആഴക്കുറവും ഭൂപ്രകൃതിയും മൈൻ നീക്കം ചെയ്യൽ പ്രക്രിയയെ അതീവ ദുഷ്കരമാക്കുന്നു. സംഘർഷകാലത്ത് ഗൾഫ് രാജ്യങ്ങളെയും അമേരിക്കയെയും സമ്മർദ്ദത്തിലാക്കാൻ ഇറാൻ വിന്യസിച്ച ഈ നാവിക മൈനുകൾ ഇന്ന് ഇറാന്റെ തന്നെ നയതന്ത്ര നീക്കങ്ങൾക്ക് വിലങ്ങുതടിയായിരിക്കുകയാണ്. സമാധാന ചർച്ചകൾക്കായി JD വാൻസും സംഘവും കാത്തിരിക്കുമ്പോൾ കടലിടുക്ക് തുറക്കുന്നത് നീണ്ടുപോകുന്നത് ആഗോള എണ്ണ വിപണിയിൽ വൻ വിലക്കയറ്റത്തിന് കാരണമായേക്കാം. വാസ്തവത്തിൽ ഹോർമുസ് കടലിടുക്ക് വെറുമൊരു ജലപാതയല്ല, അത് ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ താക്കോൽ കൂടിയാണ്. ഇതിലൂടെയുള്ള ചരക്ക് നീക്കം നിലയ്ക്കുന്നത് വികസ്വര രാജ്യങ്ങളുടെ നട്ടെല്ലൊടിക്കും. ചൈനയും റഷ്യയും ഇതിനിടയിൽ ഇറാന് പിന്തുണ നൽകുന്നുണ്ടെങ്കിലും ഈ മൈൻ പ്രതിസന്ധി പരിഹരിക്കാൻ ആർക്കും പെട്ടെന്ന് കഴിയില്ല. ഇറാന്റെ പക്കലുള്ള മൈൻ നീക്കം ചെയ്യൽ സംവിധാനങ്ങൾ കാലാഹരണപ്പെട്ടതാണെന്നും അമേരിക്കയുടെ സഹായമില്ലാതെ ഇത് പൂർത്തിയാക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നും പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സമാധാനം പുനഃസ്ഥാപിക്കാൻ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഹോർമൂസ് തുറക്കാത്തിടത്തോളം ഈ ചർച്ചകളെല്ലാം ജലരേഖയായി മാറാൻ സാധ്യതയുണ്ട്. ഉപസംഹാരമായി പറയുകയാണെങ്കിൽ ഇറാൻ സ്വയം കുഴിച്ച കുഴിയിൽ ഇന്ന് ലോകം മുഴുവൻ വീണുകിടക്കുകയാണ്. യുദ്ധഭീതി ഒഴിഞ്ഞു എന്ന് കരുതുമ്പോഴും കടലിനടിയിലെ ഈ കൊലക്കയറുകൾ ലോക സമാധാനത്തിന് ഭീഷണിയായി തുടരുകയാണ്. ട്രംപിന്റെ സമയപരിധിയും പാകിസ്ഥാന്റെ മധ്യസ്ഥതയും എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ഹോർമൂസ് കടലിടുക്ക് എന്ന് തുറക്കുമെന്ന കാര്യത്തിൽ ആർക്കും വലിയ ഉറപ്പൊന്നുമില്ല. ഓരോ നിമിഷവും കടലിനടിയിൽ നീങ്ങുന്ന ഈ മൈനുകൾ ലോകത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിച്ചേക്കാം.